ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മൾ യോഗിത ഡയറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വളരെ ഗൗരവമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ കുട്ടികളെ പലപ്പോഴും പലരും ചൂഷണം ചെയ്യുമ്പോഴും അമ്മമാർ അല്ലെങ്കിൽ പാരൻസ് ഇതറിയാതെ പോകുന്നൊരു വിഷയത്തെക്കുറിച്ച്. ഒരു വർഷം 2 വർഷം 5 മാസമൊക്കെ പീഡിപ്പിച്ചിട്ട് പോലും വീട്ടുകാരറിയാത്തൊരവസ്ഥയാണ് ഇന്ന് ഉണ്ടാകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് 14 വയസ്സുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അമ്മാവൻ പീഡിപ്പിച്ചിട്ട് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് ആ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഈ തിരുവാങ്കുളത്തെ കേസിലും ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പുറത്തറിയുന്നത്. അപ്പോൾ അത് ഇവിടെയൊക്കെ വല്യമ്മമാർ വീട്ടിലുള്ളവർ തന്നെയാണ്. അതുപോലെ നമ്മൾ വീട്ടിലുള്ളവരെ വിശ്വസിക്കാതിരിക്കുക എന്നല്ല, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാരൻസ് ജോലിക്ക് പോകേണ്ട അവസ്ഥയിൽ വീട്ടിലുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ കുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്ന് പൂർണ്ണ അത് ഉറപ്പുവരുത്തേണ്ട ഒരു പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. നമ്മളത് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഒരു വീട്ടിൽ കൂടി വന്ന 2 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. വളരെ അപൂർവം 3 കുട്ടികളുമുണ്ട്, അല്ലെങ്കിൽ അതിൽ താഴെ അതിലേക്ക് മേലെ കുട്ടികളുള്ളത് വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒരു അമ്മക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവരുടെയൊക്കെ ഒരു തോൽവി തന്നെയാണ്. ഇപ്പം നമ്മൾ ഓരോ അമ്മമാരും നമുക്ക് ജോലിക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടാവും. എനിക്ക് തന്നെ അറിയാം ഇപ്പം എത്ര കുടുംബങ്ങളിലാണ് അമ്മമാർ ജോലിക്ക് പോകാതിരിക്കുന്നത്, കുട്ടികളെ നോക്കേണ്ട, അതായത് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരാളില്ലാത്തത് കൊണ്ട് വളരെ കഷ്ടപ്പാടിലും ജോലിക്ക് പോകാതെ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കില്ല. എന്ന് വെച്ചാൽ സാമ്പത്തികമായ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ട പാരൻസും ഉണ്ടാവും. കുട്ടികളെ മറ്റൊരിടത്ത് ഏൽപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മളവർക്ക് നിർബന്ധമായും ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യേണ്ട വിഷയം മാത്രമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം അത്രത്തോളം ഗൗരവം. വെച്ചാൽ എല്ലാ ദിവസവും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 5 വയസ്സുകാരനെ പീഡിപ്പിച്ചു, 2 വയസ്സുകാരനെ പീഡിപ്പിച്ചു, 14 വയസ്സുകാരനെ പീഡിപ്പിച്ചു. ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പോക്സോൻ്റെ ആക്ട് PSCയുടെ ഇതിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. അതായത് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു ഫെയിലിയറാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. അമ്മമാരും അല്ലെങ്കിൽ പാരൻസും കുട്ടികളും തമ്മിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രധാന കാരണം. നമ്മൾ അറിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. അത് എന്തൊക്കെ സംഭവിച്ചാലും കുട്ടികളോട് ഒരു 10 മിനിറ്റ് ഇത് സംസാരിക്കാൻ എല്ലാ പാരൻസും ശ്രദ്ധിക്കുക. അത് പല പല നമ്മളിങ്ങനെ അവരെ വന്നു പോകുന്ന ഒരാളായി കാണുമ്പോൾ നമ്മളോട് പറയാൻ പേടിയുണ്ടാവും. അതായത് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവർ അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇരുത്തിക്ക്. അപ്പോൾ അവർക്ക് നമ്മളോട് പറയണമെങ്കിൽ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളോട് അവർക്ക് തോന്നണം. എന്നാൽ മാത്രമേ അവരത് പറയുള്ളൂ. ഒരു സങ്കടത്തിൽ നമ്മൾ കൂടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കിത് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മളത് വ്യക്തമായിട്ട് മുൻകൂട്ടി അത് പറയുകയും വ്യക്തമായിട്ട് ചോദിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ ചൂഷണം ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ കൗൺസിലിങ്ങിലൂടെയൊക്കെ അറിഞ്ഞ് ടീച്ചർമാർ വിളിച്ച് പറയുമ്പോഴാണ് അമ്മമാരറിയണത്. അതെന്ത് മോശപ്പെട്ട അവസ്ഥയാണ്. നമുക്കിപ്പോൾ നമ്മളുടെ ആ ഒരു പ്രായത്തിലേക്ക് ചെറുതായിരിക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ വീട്ടിലാണ് വന്ന് പറയുന്നത്. വഴിയിൽ എന്ത് കണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് പറയും. നമുക്കവിടെ ഒരു പേടിയില്ല. എന്ന് വെച്ചാൽ അവർ കൂടെ ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇന്ന് കൂടുതൽ അണുകുടുംബങ്ങളാണ് കാണുന്നത്. അച്ഛനും അമ്മയും കുട്ടികളും മാത്രമാണ്. എല്ലാവരും മൊബൈലിലേക്കും അവരവരുടെ സുഖത്തിലേക്കും പോകുമ്പോഴാണ് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അറിയാതെ പോകുന്നത്. നമ്മളിപ്പോൾ അച്ഛനമ്മമാർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മാലാഖമാരാണ് ഈ കുട്ടികൾ. നമുക്ക് അവരുടെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട്. നമുക്ക് പല പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളും ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുവാണ്, കുട്ടിയെ നോക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഒരേപോലെ അങ്ങനെ പറ്റിയെന്ന് വരില്ല. പല പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടിയൊക്കെ വരും. പക്ഷേ ആ തിരക്കിനിടയിലും ഒരു 10 മിനിറ്റ് നമ്മൾ കുട്ടിയോട് സംസാരിക്കാനും എന്തൊക്കെയാണ് അവരുടെ മാനസികാവസ്ഥ. ഒരാൾ ചിലപ്പോൾ അവരുടെ കൂടെ നിന്ന് അടുത്ത് സംസാരിച്ച് അവൾ നമ്മളോട് പറയും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അവർ പറയും. പക്ഷെ ആരും അവർക്ക് കിട്ടുന്ന അവർ ആഗ്രഹിക്കുന്ന ഒരു ആശ്വാസവാക്ക് ആരുടെ അടുത്ത് നിന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇത് പുറത്ത് പറയാൻ അവർ മടിക്കുന്നതും പിന്നീട് പല വിധത്തിൽ അറിയേണ്ടി വരുന്നതും. കുട്ടികളങ്ങനെ മുൻകൂട്ടി കുട്ടികളോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഒരു ബാഡ് ടച്ച് ഏതാണെന്ന് ഗുഡ് ടച്ച് ഏതാണെന്ന് ഏതൊക്കെ രീതിയിൽ നമ്മളെ എത്ര സ്നേഹമുള്ളവരാണെങ്കിൽ അവർ എങ്ങനെയൊക്കെ സമീപിക്കാമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അല്ലാത്ത പക്ഷം അങ്ങനെ ആരെങ്കിലും പെരുമാറിയാൽ അത് നമ്മളോട് വന്ന് പറയണമെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു സപ്പോർട്ടേ ചെയ്യുകയുള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല.
എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുക. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുട്ടികളെ ഞാൻ കുഞ്ഞിനെയൊക്കെ അംഗൻവാടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ടീച്ചർ പറയും, പുതിയതായിട്ടൊരു കുട്ടി വരുമ്പോൾ ആ ടീച്ചർ അടുപ്പിക്കുന്നത് അവരെ നെഞ്ചോട് ചേർത്താണെന്ന്. അതായത് ആ കുട്ടീനെ കുറേ നേരം മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സിൽ അവർ ടീച്ചറോട് അടുക്കുകയാണെന്ന് ടീച്ചർ പറയാറുണ്ട്. അത് ശരിക്കും സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെയും ഒരു ഫിസിക്കൽ ടച്ചിലൂടെ അവർക്ക് നമ്മളെ അനുഭവിക്കാൻ കഴിയും. അതായത് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുകയും ഒന്ന് അടുത്തിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അമ്മമാരുടെ ആ സ്നേഹം അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു അകൽച്ച വരികയാണ്. നമ്മൾ ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫോണാണ് അവർക്ക് പ്രധാനം. ആ ഫോൺ കിട്ടിയെന്നുള്ള സന്തോഷം. ഞാൻ മുമ്പ് വർക്ക് ചെയ്തെടുത്ത് പറയാം, അമ്മ വരുമ്പോൾ അവർക്ക് ഫോൺ വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണെന്ന്. അതായി പോകരുത്. നമ്മളെപ്പോഴും കുട്ടികളെ ചേർത്ത് നിർത്തി സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ വിട്ടുപോകാതെ എപ്പോഴും നോക്കുക. എന്ന് വെച്ചാൽ പല പല കാരണങ്ങളുണ്ടാവും. ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ പോകും. ഞാൻ മുമ്പ് മെട്രോയിൽ വർക്ക് ചെയ്തപ്പോൾ സ്ഥിരമായിട്ട് ഷിഫ്റ്റുകൾ കിട്ടുമ്പോൾ കുഞ്ഞ് അങ്കൻവാടി പോകും, ഞാൻ 2 മണിക്ക് ഷിഫ്റ്റിന് പോകും. പിറ്റേ ദിവസം രാത്രി ഞാൻ വരുമ്പോൾ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവും. പിറ്റേന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ്, ഞാൻ കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് കുട്ടീനെ മിസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്ത് സംസാരിക്കുക. അപ്പം നമുക്കൊരു 2 കുട്ടിയെ നോക്കിയാൽ മതി. ഇപ്പം നിയമത്തിനെയും എല്ലാം, നമ്മുടെ നിയമമൊക്കെ നമുക്കെല്ലാം സപ്പോർട്ടാണെങ്കിൽ പോലും ഒരു പോലീസുകാർക്കോ അവർക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. നാട്ടിലെ എല്ലാവരും അവർക്ക് ഒരേപോലെ നോക്കണം. പക്ഷെ അമ്മയുടെ മക്കളെ നോക്കിയാൽ മതി. ആ മക്കളെ കുറച്ച് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവരിൽ നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയാൽ, ഓരോ അമ്മമാരും ശ്രദ്ധിച്ചാൽ അത്രയും മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന ഇത് നമ്മുടെ കുഞ്ഞിന് ഒരിക്കലും വരരുത് എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാം വെച്ചാൽ നിയമത്തിനൊക്കെ കാലതാമസവും പരിധിയൊക്കെ ഉണ്ട്. വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും വിടാതിരിക്കുക. നമ്മൾ അടുത്തിരുത്തി അവരോട് എപ്പോഴും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അവർക്ക് നമ്മളിപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്കൊരു അനുഭവം ഉണ്ടായാൽ അത് എന്തായാലും അത് നമ്മളോട് വന്ന് പറയും. അപ്പോൾ ഓരോ അമ്മമാരും അത് പൂർണ്ണമായി ശ്രദ്ധയെടുത്ത് തന്നെ ചെയ്യുക. അവരവരെ സുരക്ഷിതരായിരിക്കുമോ എന്നൊരു ഉറപ്പിൽ ആരും ഇരിക്കരുത്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പം അത് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഓരോ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നന്മ തുടങ്ങേണ്ടത്. കുടുംബത്തിൽ ശ്രദ്ധിച്ച് തുടങ്ങിയ കുടുംബത്തിലുള്ളവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്നില്ല. ചിലരുടെ അമ്മമാർ തന്നെയാണ് കുട്ടികളെ വില്ലത്തികളാകുന്നത് കുട്ടികളുടെ കാര്യങ്ങളിൽ. അപ്പോൾ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളുകൾ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുകയും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയും ചെയ്യുക.